അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്നും രാവിലെ 7 മണിക്ക് 8 മണിക്ക് എണീറ്റ് സുബഹി നിസ്കരിക്കുന്ന ആളെ പറ്റിയല്ല ഞാൻ പറഞ്ഞു. എന്നും നിസ്കരിക്കുന്ന ആളാ, ക്ഷീണം കൊണ്ടോ എന്തോന്നറിയില്ല, ഒരു ദിവസം അങ്ങനെ എഴുന്നേറ്റപ്പോഴേക്കും ആള് ബേജാറായി. പഠിച്ചോനെ, എന്റെ സുബഹി എന്റെ ളുഹർ ഞാൻ ഇത്ര ഉറങ്ങുന്നു ഗതിയില്ലല്ലോ, വിളിക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചിരുന്നല്ലോ, അവര് വിളിച്ചിരുന്നു, പക്ഷെ എന്താന്നറിയില്ല, അന്ന് കുറച്ച് ഉറക്കം അങ്ങനെ ആയിപ്പോയി. നിസ്കരിച്ചാ മതി. അല്ലാഹു തആല അതിൽ ചോദ്യം ചെയ്ത് ശിക്ഷിക്കൂല. അല്ലാഹു അർഹമുർ റഹീമീനാണ്. ഇങ്ങനെ സംഭവിച്ചു. മറ്റൊന്നുള്ളത് മറതിയാണ്. കാരണം മറന്നുപോയി. ദുഃഖം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഒക്കെ മറതി വരാലോ, മനുഷ്യനല്ലേ, മറന്നുപോയി. മൂന്നാമത്തൊരു കാരണമില്ല. ജോലിയോ രോഗമോ കല്യാണമോ ചികിത്സയോ യാത്രയോ ഒന്നും കാരണമല്ല. ഒന്നും കാരണമല്ല. രോഗമൊന്നും കാരണമല്ല. വെറുതെ അങ്ങനെ ഗതികുത്തിരിക്കരുത്. സദാ ആക്സിഡന്റ് ശരീരം മൊത്തം പറ്റിയാൽ നിസ്കരിക്കണം. ഇയാൾ മൊത്തം ബാൻഡേജ് ഇട്ട് കിടക്കുന്ന ആളാണ്. എന്നെന്താ ഞാനിപ്പോ അടുത്ത രോഗിയെ കാണാൻ പോയി. ഞാൻ ചെന്നപ്പോഴൊക്കെ അയാൾക്ക് തോന്നുന്നത് നിസ്കരിക്കുന്നോ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു, അതെന്റെ ഒരു സ്വഭാവമാണ്. എനിക്ക് ഇഷ്ടപ്പെടില്ല, ആരും എന്നെ വിളിക്കണമെന്നില്ല. ഞാൻ അയാളത് കാണാൻ പോയതാ ബന്ധത്തിന്റെ പേരിൽ. പക്ഷെ എനിക്ക് വലിയ സന്തോഷമായി. 2 കാലിനും കമ്പിയിട്ട് കിടക്കുന്ന ആളാണെങ്കിലും കറക്റ്റ് നിസ്കരിക്കുന്ന മനുഷ്യനാണ്. അല്ലാഹു രോഗം ശിഫയായി കൊടുക്കട്ടെ.